ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ? കഴിഞ്ഞ 8-ാം തീയതി നമ്മൾ കേരളത്തിൻ്റെ അസീൽ ഷോ നടന്നിരുന്നു. കേരളത്തിൽ ഒറ്റ ഷോ ഉള്ളൂ, ഈ പാരറ്റ് ബീക്കിൻ്റെ ഷോ. അതിൽ വന്ന കോഴികളാണ് നല്ല കിടിലം ഐറ്റം കോഴികൾ. ഞാനും നാട്ടിലില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് നല്ല വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. ഈ എല്ലാ കോഴികളും ആ ഷോയിൽ പങ്കെടുത്ത കോഴികൾ, ഇതിനകത്ത് പ്രൈസ് കിട്ടിയ കോഴികളുണ്ട്. എല്ലാത്തിനും ഏകദേശം എല്ലാ കോഴികൾക്കും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കോഴികൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ്. ഇപ്രാവശ്യം നല്ല ഹെഡ്, ബീക്ക്, അതുപോലെ ബാൽ ക്വാളിറ്റിയൊക്കെ നല്ല കിടിലം കോഴികൾ വന്നിട്ടുണ്ട്. മയിൽ കളറിൽ കണ്ടു നല്ല കിടിലൊരു കോഴി. കഴിഞ്ഞ പ്രാവശ്യത്തെ അതുപോലെ തന്നെ ഇപ്രാവശ്യം നല്ല കോഴികൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എണ്ണത്തിൽ കുറച്ചുകൂടി കൂടുതൽ കോഴി വന്നിരുന്നു. ഇപ്രാവശ്യം കുറച്ച് എണ്ണം കുറവാണ് വന്നത്. വന്ന കോഴികളുടെ എണ്ണത്തിന് കുറച്ച് കുറവാണെങ്കിലും വന്നതിൽ നല്ല കിടിലം കോഴികൾ വന്നിട്ടുണ്ട്. എല്ലാം നല്ല ഹെവി സൈസാണ്. നല്ല വെറൈറ്റി സ്റ്റാൻഡിങ്ങുള്ള ടൈപ്പ്. ഈ ഒരു കോഴിയെ കണ്ടോ, ഒരു രക്ഷയില്ല. നല്ല കിടിലം ബോഡി സ്ട്രക്ചറുള്ള നല്ല ഓൾഡ് ലൈന് കളറും നല്ല ന്യൂ ലുക്കും വരുന്ന കോഴികൾ, നല്ല വാൽ ക്വാളിറ്റിയുള്ള ടൈപ്പ് കോഴികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ആരെങ്കിലും ഈ ഷോ കാണാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം, ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. ഈ ഒരു കോഴിയാണ് ഏറ്റവും കൂടുതൽ വില പറഞ്ഞിട്ടും കൊടുക്കാത്തൊരു കോഴി. 7 ലക്ഷം വരെ വില പറഞ്ഞിട്ട് കൊടുക്കാത്തൊരു കോഴിയാണ്. ഇതിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കോഴിക്കൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ കേരളത്തിലെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കോഴിയാണ്. ഇത് സെക്കൻഡ് പ്രൈസ് അടിച്ചൊരു കോഴിയാണ്. നല്ല സ്ട്രക്ചറാണ് കോഴി. നല്ല വാൽ ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കോഴിയാണ്. എന്തായാലും ഇപ്രാവശ്യത്തെ ഷോ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നടന്നു. ആരെങ്കിലുമൊക്കെ ഈ ഷോ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. നല്ല വെറൈറ്റി കോഴികളെ കാണാൻ പറ്റി കുറേ ആൾക്കാർക്ക്. അതും പല സൈഡിൽ നിന്നും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. കോഴികളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം മെയിനായിട്ട് ആൾക്കാർ കൂടുതലും കോഴി വരാത്തതിന് കാരണം ഇപ്പോൾ ഒന്നാമത് ബ്രീഡിങ് സീസണാണ്. അപ്പോൾ എല്ലാവർക്കും കോഴികളും നല്ല കണ്ടീഷൻ കുറവായിരിക്കും. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് കണ്ടീഷനിലാവില്ല. കാരണം ബ്രീഡിങ്ങിന് നമ്മൾ കോയിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാലും കാര്യങ്ങളൊക്കെ പൊട്ടും, അതിൻ്റെ ഭംഗി പോവും. ഈ ഷോക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഷോക്ക് റെഡിയാക്കി തന്നെ നിർത്തണം. അത് വേറൊരു പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അസുഖം വന്നാലും പ്രശ്നം പറ്റും. അത് കണ്ടോ, ഏകദേശം എല്ലാ കോഴികൾക്കും നല്ല പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് കിട്ടിയ കോഴികളാണ് മൊത്തം. ഇഷ്ടംപോലെ പ്രൈസും ഉണ്ടായിരുന്നു. കാരണം എണ്ണം കുറവായതുകൊണ്ട് ഏകദേശം എല്ലാ കോഴികൾക്കും ഏകദേശം എല്ലാ കോഴികൾക്കും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എണ്ണം കൂടുതലാകുമ്പോൾ പിന്നെ പ്രൈസിൽ കുറവ് വരും കേട്ടോ. എന്തായാലും നല്ലൊരു ഷോ ആയിരുന്നു. അതുപോലെ തന്നെ ഇനി അടുത്ത വർഷം ഷോ ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം പോയി കാണാൻ പറ്റാത്തവരൊക്കെ അടുത്ത പ്രാവശ്യം പോയി കാണാം. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഒരു കോയിൻ ഇറക്കും. നല്ലൊരു കിടിലം ഒരു കോയിൻ ഇറക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2-3-6 മാസം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഷോയിൽ വന്ന കോഴികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അതുപോലെ ലൈക്കും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും ഈ ഷോയിൽ വന്നിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, എങ്ങനെ ഉണ്ടായിരുന്നു ഷോ എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ ബൈ.